യങ്സ്റ്റേഴ്സിന് കാണാൻ പറ്റിയ ഒരു ഇതാണ്. അതായത് കൊക്കെയിൻ MDMA ഒക്കെ ദുരുപയോഗം. മൊറ സിനിമയുടെ വേറൊരു വെർഷൻ നന്നായിരുന്നു കേട്ടോ. യങ്സ്റ്റേഴ്സിന് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ചിലർ പറയുന്നുണ്ട് മാർക്കോ അതുമായിട്ട് കമ്പാരിസൺ. പക്ഷേ ഇപ്പോഴത്തെ ന്യൂ തലമുറയുടെ അല്ലേ, അപ്പൊ കാണാൻ നല്ലതാണ് എമറാൾഡ്. നന്നായിരുന്നു കേട്ടോ. യങ്സ്റ്റേഴ്സിന് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന മൂവി തന്നെയാണ്. എല്ലാവരുടെ ഒരു ഗ്രൂപ്പ് എഫേർട്ട് തന്നെയാണ്. സോ ഓവറോൾ നൈസ്. ഒരു ആക്ഷൻ പാക്ക് തന്നെയാണോ പടം? ആക്ഷൻ ത്രില്ലർ തന്നെയാണ്. ഓവറോൾ നൈസ് മൂവിയാണ്. യങ്സ്റ്റേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെടും ഫോർ ഷുവർ. യങ്സ്റ്റേഴ്സിന് കാണാൻ പറ്റിയ സിനിമയാണ്. നമുക്ക് മൊറ സിനിമയുടെ വേറൊരു വെർഷൻ. പിന്നെ എല്ലാം പുതുമുഖങ്ങളാണ്, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയാണ്. ആക്ഷനും മാസൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു പടം. നന്നായിട്ടുണ്ട്. അതെ മാർക്കോ പോലെ തന്നെയാണ്. അത് വേറൊരു രീതിയിലുള്ളതാണ്. എമറാൾഡ് അത് സിനിമ കണ്ടിട്ട് തന്നെ വിലയിരുത്തുന്നത്. ഒരു ചെറിയ കമ്മി മാർക്കോ അല്ലേ? അതെ. വലിയ ആക്ഷൻ അല്ല പ്രാധാന്യം, ഇത് വേറെ തരത്തിലുള്ള, അത് കണ്ടു തന്നെ നിങ്ങൾ തീരുമാനിക്കണം. യങ്സ്റ്റേഴ്സിന് കാണാൻ പറ്റിയ സിനിമയാണ്. സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമ തന്നെയാണോ? മെസ്സേജ് എന്ന് പറഞ്ഞാൽ വാളെടുത്തവൻ വാളാലെ എന്നുള്ളൊരു തന്നെയാണ്. നമ്മൾ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് പിന്നെ മയക്കുമരുന്നിനും കടിമയില്ലേ, അതിൻ്റെ ഒരു വേറെ തരത്തിലുള്ള നമ്മളിപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് കാണാൻ പറ്റിയ ഒരു ഇതാണ്. അതായത് കൊക്കെയിൻ MDMA ഒക്കെ ദുരുപയോഗം, അതിനെ പറ്റിയൊക്കെ നല്ലൊരു മൂവിയാണ്. മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമ തന്നെയാണ്. അതെ തീർച്ചയായിട്ടും നല്ല അതിന് വേണ്ടി പറ്റിയൊരു മൂവിയാണ്. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് കാണാൻ വേണ്ടിയ ഒരു മൂവിയാണ്. ഇതിന്റെ പോസ്റ്ററൊക്കെ കണ്ടപ്പോഴേ നമുക്ക് മാർക്കോയുടെ അതെ അത്രയും മാർക്കോയുടെ അത്രയില്ല, എന്നാലും ജസ്റ്റ് അതുപോലെ ഒരു വയലൻസ്. കൊച്ചു പെൺപിള്ളേർക്കായാലും ആൺപിള്ളേർക്കായാലും കാണാൻ നല്ല പടമാണ്. ഇപ്പോഴത്തെ ന്യൂ തലമുറയുടെ അല്ലേ, അപ്പൊ കാണാൻ നല്ലതാണ് എമറാൾഡ്. ഈ ഒരു ബഡ്ജറ്റിൽ ചെയ്ത പടം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഓക്കെയാണ്. കാരണം ഈ ഒരു ബഡ്ജറ്റിൽ ഞാൻ ഇങ്ങനത്തെ ഒരു പടം കണ്ടിട്ടില്ല. തിയേറ്ററിലാണല്ലോ റിലീസ് ചെയ്യുന്നത്. വളരെ നല്ല പടം കുഴപ്പമില്ല. MDMA പടം സെൻസർ ബോർഡ് കെട്ടുന്നതിന് മുമ്പേ കണ്ടു. അത് എ സർട്ടിഫിക്കറ്റ് ആണ്. ഇതിന്റെ പോസ്റ്ററിൽ എ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നുണ്ട്. പോസ്റ്റർ ഇരിക്കുന്നതും കുറച്ച് വയലൻസ് ചിലർ പറയുന്നുണ്ട് മാർക്കോ അതുമായിട്ട് കമ്പാരിസൺ. പക്ഷേ 2022 ഷൂട്ട് ചെയ്ത സിനിമയാണ് എമറാൾഡ്. 2022 നമ്മൾ ചെറിയ രീതിയിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ്. അതുകൊണ്ട് മാർക്കോ ഒന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല. മാർക്കോ സിനിമ കണ്ടോ? കണ്ടു എടുത്ത് എന്തെങ്കിലും അതിനകത്ത് ഉണ്ടാക്കണമെന്ന് തോന്നിയോ? ഉണ്ട് വയലൻസ് ഉണ്ട്, കുറച്ച് വയലൻസ് ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ആദ്യം വരേണ്ട സിനിമയായിരുന്നു. അതെ ഇത് ആദ്യം വരേണ്ട സിനിമയായിരുന്നു. ലേറ്റായി. അറിയാലോ, ചെറിയ സിനിമകളുടെ പരിമിതികളുണ്ടാവും. കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു. സെക്കൻഡ് ഹാഫ് തൊട്ട് പടം ശരിയായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ പുതിയ തലമുറയൊക്കെ അവരുടെ ഈ കാശിന് വേണ്ടിയുള്ളൊരു ഗ്രീഡി ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നുണ്ട്. കാരണം അവരുടെയൊക്കെ അവസാനം നശിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. പിന്നെ പിള്ളേരൊക്കെ നല്ല അങ്ങനെ അടിയൊന്നുമില്ല. പിന്നെ ഒരു വയലൻ്റ് ആയിട്ടുള്ള ഈ വെട്ടിയും കുത്തൊക്കെ ഉണ്ട്. നമുക്ക് ഈ പടത്തിന്റെ പോസ്റ്റർ അതൊരു ഒരു ചെറിയൊരു മെഷീൻ വെച്ചിട്ട് കട്ട് ചെയ്യുന്നൊരു സീനാണ്. അപ്പോൾ അത് കുറച്ച് ഇതായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിനാണല്ലോ എ സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കുന്നത്. മാർക്കോ ആ ഒരു ഫീലുണ്ട്, മാർക്കോ ഫീൽ പോലെ ഉണ്ട്. പിന്നെ നല്ല കഥയാണ്. തിരുവനന്തപുരത്തല്ലേ, പിന്നെ കാണാൻ പറ്റുമല്ലോ. നന്നായിട്ടുണ്ട്. പുതിയ സംവിധാനം പുള്ളിക്കാരൻ അത്യാവശ്യം നല്ലോണം എടുത്തിട്ടുണ്ട്. ഒരു ആക്ഷൻ സ്റ്റൈൽ തന്നെയാണ് പടം പോകുന്നത്. പോസ്റ്ററെല്ലാം കണ്ടിട്ട് ബ്ലഡ് ഷെയ്ഡും അങ്ങനെയൊക്കെ ഇല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടുണ്ട്. ഇത്രയും ബഡ്ജറ്റിൽ ബെറ്ററായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മെസ്സേജാണ്.